ആഴങ്ങളിൽ. തീരത്തടുക്കുന്ന ഓരോ മത്സ്യയാനങ്ങളിലും ഓരോ ജീവിതങ്ങളാണ്. മത്സ്യത്തൊഴിലാളിയുടെ ആഴമേറിയ ജീവിത അനുഭവങ്ങളിലൂടെയുള്ള യാത്ര. ആഴിയിൻ ആഴങ്ങളിൽ. ഇത് കൊല്ലം ജില്ലയിലെ ശക്തികുളങ്ങര സ്വദേശി ചാർലി ജോസഫ്. പ്രതിസന്ധികളോടും കഷ്ടതകളോടും പടവെട്ടി ജീവിത വിജയം നേടിയ മത്സ്യത്തൊഴിലാളിയാണ് ചാർലി ജോസഫ്. മത്സ്യത്തൊഴിലാളിയായ ഇദ്ദേഹത്തിന് നിരവധി ആത്മീയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആഴിയിൻ ആഴങ്ങളിലൂടെ മനസ്സ് തുറക്കുകയാണ് ചാർലി ജോസഫ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ചാർലി ജോസഫ്. ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ്. ഞാൻ ചെറുപ്പം മുതൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട് ഇപ്പോഴെനിക്ക് 80 വയസ്സ് പ്രായമുണ്ട്. ഞാൻ മത്സ്യത്തൊഴിലാളിയായി പ്രവർത്തനം തുടങ്ങിയത് എൻ്റെ പിതാവിൻ്റെ കൂടാണ്. എൻ്റെ പിതാവ് ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളിയായി പ്രവർത്തിച്ച ആളാണ്. ഞാൻ അന്ന് സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ടപ്പോഴേ സ്കൂളിൽ പോകുന്നതിന് ഞാൻ ബുദ്ധിമുട്ട് കാണിക്കുകയും അതിൽ നിന്നും പിന്മാറി സ്കൂളിൽ പോകാതൊക്കെ നടക്കുകയും ചെയ്ത സമയത്ത് 3ാം ക്ലാസ് വരെ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ അതിനുശേഷം എൻ്റെ പിതാവിൻ്റെ കൂടെ മത്സ്യബന്ധനത്തിന് പോകുന്നത് ഞാൻ ഈ പറഞ്ഞ കാലയളവിൽ എനിക്ക് 14-15 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ പിതാവിൻ്റെ കൂടെ മത്സ്യബന്ധനത്തിന് പോകുന്നതിന് പിതാവ് എന്നെ മറ്റുള്ള ആളുകളുടെ സഹായത്തിൽ കൂടി പിതാവിൻ്റെ കൂടെ എന്നെ വള്ളത്തിൽ കൊണ്ടുപോകുകയും ഞാൻ അതിൽ പണിയെടുക്കുന്നതിന് ആ കാലയളവിൽ തന്നെ ചെറുപ്പത്തിൽ തന്നെ ആ തൊഴിലിലേക്ക് വളരെ പ്രാപ്തനായി തന്നെ പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞത് എന്ന് എനിക്ക് ബോധ്യം വരികയും എൻ്റെ പിതാവ് അതിനോട് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ സ്വതന്ത്രമായി മറ്റുള്ളവരുടെ ഒപ്പം പണിക്ക് പോവുകയും മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുകയും ആ തുഴഞ്ഞു മത്സ്യം പിടിക്കുന്ന ആ മത്സ്യബന്ധനത്തിൽ നിന്നും ഇൻഡോ നോർവേജിയൻ പ്രോജക്റ്റ് 1948-50 കാലയളവിലാണ് ശക്തികുളങ്ങര യന്ത്രവൽകൃത മത്സ്യബന്ധനത്തെ പറ്റി പഠിപ്പിക്കുന്നതിനായി നോർവേജിയൻസ് വന്ന് ഇൻഡോ നോർവേജിയൻ പ്രോജക്റ്റ് എന്ന് പറയുന്ന പദ്ധതി തുടങ്ങുകയും ആ കാലയളവിൽ ആ കമ്പനിയിൽ നിന്നും നമ്മുടെ ബന്ധുമിത്രാദികളായ ആളുകൾ ബോട്ടിൽ കൊടുക്കുന്നതിലേക്ക് വേണ്ടി ട്രെയിനികളായി ഇപ്പോൾ അവർ എടുക്കുകയും അതിനോടൊപ്പം അവരെ കടലിൽ പോകുന്നത് ബോട്ടുമായി പോകുന്നതും മറ്റുമൊക്കെ അതിനോടൊപ്പം ഞാൻ ശ്രദ്ധിക്കുകയും ആ കാലയളവിൽ നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് ചിലർക്ക് ഏതാണ്ട് 55-60 കാലയളവിൽ ബോട്ട് സ്വന്തമായി ഇൻഡോ നോർവേജിയൻ പ്രോജക്റ്റിൻ്റെ വകയായിട്ടുള്ള ബോട്ടുകൾ INB എന്ന് പറയുന്ന INB ഓവാൾഡ് എന്ന് പറയുന്ന എഞ്ചിൻ പേരിലുള്ള ബോട്ടുകൾ കിട്ടുകയും അതിനോടൊപ്പം ഞാൻ അവരോടൊപ്പം പ്രവർത്തിക്കുകയും അതിൽ ആ കാലയളവിൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിന് പൂർത്തിയാകാത്തവരോടൊപ്പം നോർവേജിയൻസ് സായിപ്പന്മാർ പോകുന്നതിനോടൊപ്പം അവരോടൊപ്പം ഞാൻ പോവുകയും എൻ്റെ പ്രവർത്തനവും അതിന് ഉള്ള പരിജ്ഞാനങ്ങളും കണ്ട് സായിപ്പന്മാർ അന്ന് എനിക്ക് വളരെയേറെ ആ സ്നേഹത്തോടുകൂടി എന്നോട് എൻ്റെ ചെറുപ്പത്തിൽ പിന്നെ അവർ പെരുമാറുകയും അവർ നോർവേയിൽ കൊണ്ടുപോകാമെന്ന് എന്നെ ആവശ്യപ്പെടുകയും എൻ്റെ പിതാവ് അതിനോട് വിസമ്മതം പറയുകയും ആണുണ്ടായത്. അതിനുശേഷം ഞാൻ വിവാഹിതനായി 22 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ വിവാഹിതനായി. ഞാൻ വീട്ടിൽ ഏറ്റവും ഇളയ ആളായിരുന്നു. INB അതിനുശേഷം INB 202 നമ്പർ എന്ന് പറയുന്ന ബോട്ട് ഇവർ ഇൻഡോ നോർവേജിയൻ പ്രോജക്റ്റിൽ നിന്നും ബോട്ടുകൾ കൊടുത്തത് 3 കൂട്ടർക്കായിരുന്നു. പുത്തന്തറ, നീണ്ടകര, ശക്തികുളങ്ങര എന്നുള്ള ഈ പ്രദേശത്തുള്ള 3 മത്സ്യത്തൊഴിലാളി മേഖലയ്ക്കാണ് ബോട്ടുകൾ കൊടുത്തത്. അതിൽ പുത്തന്തറയിൽ നിന്നും ഉള്ള ഒരു ടീം
202 നമ്പർ INB ബോട്ട് അവർക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ അവർ നിർത്തിയിട്ടിരിക്കുകയും ഞാൻ 65-66 കാലയളവിൽ ഞാൻ വിവാഹിതനായതിനു ശേഷം ഞാൻ ആ ബോട്ട് 3000 രൂപ അവർക്ക് മാർജിൻ കൊടുത്ത് വാങ്ങുകയും ആ ബോട്ടും കൊണ്ട് ഞാൻ ഗില്ലറ്റിനും ട്രോളിങ്ങിനും ഒരേ ബോട്ടിൽ രാത്രിയും പകലും പണിക്ക് പോകുന്നതിന് തുടങ്ങുകയും അതിൻ്റെ എഞ്ചിൻ്റെ മെക്കാനിസവും അതിനാവശ്യമായ എല്ലാ മെയിൻ്റനൻസും മറ്റു കാര്യങ്ങളും ഞാൻ കണ്ട് അത് ഒറ്റ പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊണ്ട് ഞാൻ തന്നെ സ്വന്തമായി ഇതെല്ലാം ചെയ്തു കൊണ്ട് നടന്ന് പ്രവർത്തിച്ച ആ വ്യക്തിയാണ്. അങ്ങനെ ഈ നാട്ടിൽ വന്നിരിക്കുന്ന നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഈ പുരോഗതിയിൽ വന്നിരിക്കുന്ന മത്സ്യബന്ധന മേഖലയിൽ വന്ന ബോട്ടിൻ്റെ ഈ വലിയ തരം ബോട്ടിൻ്റെ വർധനവിലും മറ്റുമൊക്കെ മാതൃകയായി ഞാൻ തന്നെയാണ് ആദ്യമായി വലിയ തരം ബോട്ടുകൾ ഉണ്ടാക്കുന്നതിന് ചെറിയ ബോട്ടിൽ നിന്നും വലിയ ബോട്ടുകൾ വാങ്ങുകയും അതിൽ വലിയ തരം എഞ്ചിൻ ഘടിപ്പിച്ച് ആ ബോട്ട് രംഗത്തേക്ക് പ്രവേശിക്കുകയും അതിന് ഓരോരോ മാറ്റങ്ങൾ വരുത്തി ഐസുമായി ബോട്ടിൽ കടലിൽ പോകുന്നത് ആദ്യമായി ഐസും കൊണ്ട് ബോട്ടിൽ കടലിൽ പോകുന്നത് ഞാനാണ്. ആ കാലയളവിൽ നേരത്തെ ഒരു 12 മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് കിട്ടുന്ന മത്സ്യവുമായി വന്നു കഴിഞ്ഞാൽ അന്ന് 3000-4000 രൂപ ഒരു ബോട്ടിന് ക്യാച്ചിങ് കിട്ടുന്നെങ്കിൽ 2 മണിക്കൂറുകൂടെ അധികം പ്രവർത്തിച്ചാൽ കൂടുതൽ ക്യാച്ചിങ് കൊണ്ട് കിട്ടുമെന്നുള്ളത് വെച്ചിട്ടാണ് ഐസ് കൊണ്ടുപോയി കേടുകൂടാതെ ചെമ്മീൻ 5 മണിക്കും വരെ പണിഞ്ഞെടുത്ത് വരുന്ന സമയത്ത് കൂടുതൽ സാധാരണ കിട്ടുന്നതിൻ്റെ ഇരട്ടി ക്യാച്ചിങ് കിട്ടിയപ്പോൾ പിന്നീട് ഞാൻ ആലോചിച്ചത് അതിനകത്ത് ഐസ് സ്റ്റോർ ചെയ്യുന്നതിന് അത് കൊണ്ടുപോകാൻ പറ്റിയ മാർഗങ്ങൾ ആ ബോട്ടിനകത്ത് തന്നെ ഞാൻ സ്വന്തമായി ഒരു മേശിരിനെ വെച്ച് അന്നൊരു സ്റ്റോർ പണിയുകയും അങ്ങനെ സ്റ്റോർ പണിഞ്ഞ് ആദ്യമായി സ്റ്റോറിൽ ഐസുമായി പോകുന്ന ഘട്ടം തുടങ്ങിയത് ഞാനാണ്. അപ്പോൾ ഇത് കണ്ട് അതിൻ്റെ പിന്നാലെ നമ്മുടെ നാട്ടിൻപുറത്തുണ്ടായിരുന്ന ആളുകൾ അന്നത്തെ കാലയളവിൽ പോകുകയും ആ സമയത്ത് എന്നോടൊപ്പം കടലിൽ വരുന്ന വളരെ നല്ല ആളുകളായ ശക്തരായ ആളുകൾ, രാത്രിയും പകലും പണിയെടുക്കുന്ന ആളുകൾ, നല്ല ആളുകളുണ്ടായിരുന്നു. ഈ കടലിൻ്റെ അഴിയുടെ മുഖപ്പിന് അന്ന് മുട്ടോ ആർബറോ ഒന്നും ഇല്ലാത്ത കാലമാണ്. കടലിന് മുനപ്പാണ്, ശക്തമായ കടൽ. അതായത് ഇന്നൊന്നും കണ്ടിട്ടില്ലാത്ത കടലിന് ഞാൻ എൻ്റെ ബോട്ടും മാത്രം ആ കടലിനെ അതിജീവിച്ചിട്ട് ഞാൻ കടലിൽ പോയിട്ടുണ്ട്. പക്ഷെ അന്നും എന്നും ഞാൻ എപ്പോൾ പുറപ്പെട്ടാലും എന്ത് കാര്യത്തിന് ഏർപ്പെട്ടാലും ഞാൻ എത്രയും ദയവുള്ള മാതാവിൻ്റെ ജപം പഠിച്ചിട്ട് മാത്രമേ ഞാൻ എന്ത് കാര്യത്തിൽ ഏർപ്പെടുകയുള്ളൂ. എത്ര ശക്തമായ കടലിനും ഞാൻ വരുമ്പോൾ ഞാൻ ഈ മാതാവിൻ്റെ പ്രാർത്ഥന പിടിക്കുമ്പോൾ ആ കടൽ വളരെ ശാന്തമായി എൻ്റെ ബോട്ടിനെ ഒരു ഇതും ചെയ്യാതെ എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാതാവിൻ്റെ ജപം പഠിച്ചിട്ട് എനിക്ക് ആകെ അറിയാവുന്നൊരു ജപം എന്ന് പറയുന്നത്, ഞാൻ കൂടുതൽ വിദ്യാഭ്യാസവും ചെയ്തിട്ടുള്ള ആളല്ല, എത്രയും നേരെയുള്ള മാതാവിൻ്റെ ജപമാണ് എൻ്റെ പ്രധാനമായ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ കൂടി പോകുമ്പോൾ ഞാൻ എത്ര ശക്തമായ കടലിനിടയിൽ വന്നാലും ആ കടൽ എന്നെ ശല്യം ചെയ്യാതെ ഒഴിഞ്ഞു പോകുകയും എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എൻ്റെ പിതാവും വലിയ ദൈവവിശ്വാസിയും ദൈവത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും പള്ളിയുമായിട്ടുള്ള പ്രാർത്ഥനയും ഒക്കെ ഉള്ള പേരെടുത്തൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ആ പിതാവിൻ്റെ ദൈവവിളിയുടെയും പ്രാർത്ഥനയുടെയും ഫലമായിട്ട് എനിക്ക് ആ ബോട്ടിൽ നിന്നും പ്രവർത്തിച്ച് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനോടൊപ്പം ഞാൻ അന്ന് കടലിൽ പോകുമ്പോൾ ഈ കടലിൻ്റെ ശക്തമായ കടലിൽപ്പെട്ട് പല ആളുകളും ബോട്ട് മുങ്ങി മരിക്കുന്ന നിലയിൽ എത്തിയ ആളുകളെ പലരെയും ഞാൻ ആ കടലിൻ്റെ ഇടയിൽ നിന്നും ഒരുപിടി പ്രാവശ്യങ്ങൾ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, ബോട്ടുകളും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊന്നും ഒരു പ്രതിഫലവും ഇല്ലാതെ ഞാൻ രക്ഷപ്പെടുത്തി അവരുടെ കൂട്ടത്തിൽ
അവരിന്നും ജീവിച്ചിരിക്കുന്നവർ പലരും ഉണ്ട്. ആ രീതിയിൽ ഞാൻ മുമ്പോട്ട് പോവുകയും പിന്നീട് കാലഘട്ടത്തിനനുസരിച്ച് ഞാൻ തന്നെ സ്വന്തമായി ഈ മത്സ്യബന്ധനത്തിന് കൂടുതൽ സ്പീഡിൽ പ്രവർത്തിക്കുന്ന ബോട്ട് എഞ്ചിനാണെങ്കിൽ കൂടുതൽ മത്സ്യം കിട്ടുമെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ പവർ കൂടിയ, അതായത് സാധാരണ നിലവിലുള്ളതിൽ നിന്നും ആദ്യം ഉപയോഗിച്ചതിൽ നിന്നും ആഷ് പവർ കൂടിയ എഞ്ചിൻ വാങ്ങി ബോട്ടുകൾ സ്വന്തമായി എൻ്റെ പര്യടത്തിൽ ഞാൻ സ്വന്തമായി കായൽ വാരം പര്യടങ്ങൾ വാങ്ങുകയും അതിനോടൊപ്പം അവിടെ വെച്ച് ബോട്ട് നിർമ്മാണം നടത്തുകയും ആ നിർമ്മാണത്തിൽ ബോട്ടുകളും സ്റ്റോറുള്ള ബോട്ടുകളും ഒക്കെ നിർമ്മിച്ച് അതിന് പവർ കൂടിയ എഞ്ചിൻ വെച്ച് ഓരോ ഘട്ടങ്ങളിലുമുള്ള മത്സ്യബന്ധനത്തിന് ഈ നിരോധനം എന്ന് പറയുന്ന കാലം വരുന്നതിന് മുമ്പ് വളരെ ശക്തമായി ഒരുപിടി തമിഴ്നാട് പ്രദേശികൾ എന്നോടൊപ്പം വരികയും അവരെൻ്റെ കൂടെ പണിക്ക് വരുന്നത് അവസാനം ഞാൻ ഒന്നിലധികം ബോട്ടുകൾ വെച്ച് പ്രവർത്തിച്ചപ്പോൾ അവരുടെ സഹായത്തോടു കൂടി നല്ലവരായ ആളുകൾ വന്നിട്ട് നമ്മുടെ കേരളത്തിലുള്ള ആളുകൾക്ക് തിരുവനന്തപുരം മേഖലയുമായി ബന്ധപ്പെട്ട് തങ്കശ്ശേരി തിരുവനന്തപുരം മേഖലയിലോട്ട് അന്ന് ട്രോളിംഗ് ബോട്ടിനോട് കടൽ പോകുന്ന മത്സ്യത്തൊഴിലാളിക്ക് വിരോധമായിരുന്നു. ആ വിരോധം കൊണ്ട് അവർ യന്ത്രവൽകൃത മത്സ്യബന്ധന ബോട്ടിന് പല ഘട്ടങ്ങളിൽ പിടിച്ച് മനുഷ്യനെ അതിൽ പോകുന്ന ആളുകളെ ആക്രമിക്കുകയും അവർ ആ ബോട്ട് തീ കത്തിച്ച് കളയുകയും കരയ്ക്ക് കയറ്റുകയും ചെയ്തിട്ടുള്ള ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ ആ കാലയളവിലെല്ലാം തമിഴ്നാട്ടുകാർ വന്ന് ഇതിൽ പ്രവർത്തിച്ച് എൻ്റെ അറിവിൽ എൻ്റെ കൂടെ വന്ന് പ്രവർത്തിച്ചതിൽപ്പെട്ട ആളുകൾ ഇന്നോളം ഞാൻ പഠിച്ചിടത്തോളം ഒരു 200 പേരിൽ കൂടുതൽ കടലിൽ നിന്നും പ്രവർത്തിച്ച ആ കാശ് കൊണ്ട് അവർ വലിയ സ്വത്തുക്കൾ വലിയ കാശുകാരാകുകയും അവർ പിന്നെ പ്രത്യേകമായി ബോട്ടുകളെടുത്ത് സ്വന്തമായി ബോട്ടുണ്ടാക്കി അവർ കേരളത്തിൽ വന്നും ബോട്ടിന് ഷെയർ എടുത്തും പ്രവർത്തിക്കുകയും അവരുടെ മക്കളിൽ ഡോക്ടർമാരും മത്സ്യത്തൊഴിലാളിയുടെ മക്കൾ എഞ്ചിനീയർമാരും ഈ പറയുന്ന രീതിയിലായിട്ടുള്ള ഒരുപിടി ആളുകളുണ്ട്. അത് എനിക്കും ആ അനുഭവം തന്നെയാണ്. ഞാനും ഈ 68-70 കാലയളവിൽ ഇതിന് മാറ്റം വരുത്തി പ്രവർത്തനം തുടങ്ങിയപ്പോഴത്തേക്കും നാട്ടിലുള്ള ഈ ഒരുതരം പ്രത്യേക അസൂയ സ്വഭാവികളായ ആളുകൾ ഇൻകം ടാക്സിലെ എനിക്ക് ഇൻകം ടാക്സിൽ എഴുതി കൊടുത്ത് എനിക്ക് നോട്ടീസ് അയക്കുകയും ആ കാലയളവ് മുതൽ ഞാൻ ഇൻകം ടാക്സ് ഓഡിറ്ററുമായിട്ട് കണ്ട് ആ കാലയളവ് മുതൽ ഞാൻ മത്സ്യത്തൊഴിലാളി എന്നുള്ള നിലയിൽ കണക്ക് കൊടുത്തു വരികയും ഞാൻ ആ മത്സ്യബന്ധന മേഖലയിൽ നിന്നും ഞാൻ ഒരുപിടി ബോട്ടുകൾ, അതായത് 10-ൽ കൂടുതൽ ബോട്ടുകൾ സ്വന്തമായി നിർമ്മിച്ച് തമിഴ്നാട്ടുകാരുമായിട്ട് സൗഹൃദമായിട്ടും ഷെയറിലുമൊക്കെ നിർമ്മിച്ച് ഞാൻ പ്രവർത്തിച്ചു വരികയും ആ കാലയളവിൻ്റെ ആ പ്രവർത്തന മേഖലയിലുണ്ടായ എനിക്കുണ്ടായ നേട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു മത്സ്യത്തൊഴിലാളി എന്നുള്ള നിലയിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം ഒരു എക്സ്പോർട്ടിംഗ് കമ്പനി വാങ്ങണം എന്നുള്ള എനിക്ക് ഉണ്ടായിരുന്ന ആഗ്രഹപ്രകാരം ഞാൻ അമാൽക്കം എന്ന് പറയുന്ന ഒരു കമ്പനി നീണ്ടകരയിൽ വിൽക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ 2000-ൽ അത് വിലയ്ക്ക് വാങ്ങുകയും ആ കമ്പനി ചാർലി ഫിഷറീസ് എന്നുള്ള പേരിൽ ഇന്ന് ആ കമ്പനി പ്രവർത്തിച്ചു വരികയാണ്. ഈ ഘട്ടങ്ങളിലെല്ലാം ഞാൻ വിവാഹം കഴിച്ച എൻ്റെ ഭാര്യ നിരന്തരമായി ദൈവപ്രാർത്ഥനയിൽ മാത്രം കഴിയുന്നൊരു വ്യക്തിയും എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയി കുർബാന അർപ്പിക്കുകയും ഞാൻ പണിക്ക് പോയി തിരിച്ചു വരുന്ന സമയത്തും അവരുടെ പ്രാർത്ഥനയാണ് എപ്പോഴും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാനും ഒരു ദിവസം ഞാൻ തൊഴിലെടുക്കാൻ പോകുമ്പോഴും എന്ത് കാര്യത്തിന് പോകുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഞാൻ എത്രയും ദയവുള്ള മാതാവിൻ്റെ ജപം പഠിച്ചുകൊണ്ട് മാത്രമേ ഞാൻ ഇറങ്ങാറുള്ളൂ. അതിൽ എൻ്റെ കമ്പനിയുടെയും പ്രവർത്തനത്തിന് എൻ്റെ സ്വന്തമായ കഠിനാധ്വാനം ആ കമ്പനി മേടിച്ചതിന് ശേഷം മാതാവിൻ്റെ നാമത്തിൽ എൻ്റെ പിതാവിൻ്റെ പേരിട്ടിട്ട് ഞാൻ സ്വന്തമായി കെട്ടിട നിർമ്മാണവും മെഷീനറിയുടെ പ്രവർത്തനങ്ങളുമൊക്കെ സ്വന്തമായി ഞാൻ ഈ മറ്റു കൂലിക്ക് പണിക്ക് ആളുകളെ നിർത്തിക്കൊണ്ട് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അത് വലുതാക്കി പ്രവർത്തിച്ച് നല്ല രീതിയിൽ എത്തിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്.
ഇതെല്ലാം നടന്നത് എൻ്റെ പിതാവിൻ്റെ മുൻകാല കൊന്തവടിയുടെയും പ്രാർത്ഥനയുടെയും ഫലമാണ് എന്ന് വിശ്വസിച്ച് കഴിയുന്ന ഒരു കുടുംബമാണ്. എനിക്ക് നല്ല ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ദൈവവിശ്വാസത്തിലും ദൈവിക കാര്യങ്ങളിലും ഞാൻ എൻ്റെ തൊഴിലും മെനക്കെട്ട് ഞാൻ ദൈവകാര്യങ്ങൾക്ക് ഇതിനു വേണ്ടി പോകുന്നില്ലെങ്കിലും ഞാൻ പ്രാർത്ഥനയും നിത്യവും വീട്ടിൽ കൊന്തപടിക്കുന്നതും എൻ്റെ മക്കൾ, എനിക്ക് 5 മക്കളാണുള്ളത്. ആ 5 മക്കളെയും ഞാനും എൻ്റെ കുടുംബവും പ്രാർത്ഥനയുടെ സമയങ്ങളിലും നിത്യം ഈ കൊന്തയും മറ്റു പ്രാർത്ഥനാ കർമ്മങ്ങളും സ്ഥിരമായി നടത്തുകയും മിക്കവാറും ഉള്ള എല്ലാ ദിവസവും എൻ്റെ ഭാര്യയും മക്കളും അവർ സ്കൂളിൽ പോകുന്നതിന് മുമ്പും കഴിയുന്നതും പള്ളിയിൽ പോയി നിത്യകുർബാന കണ്ടിട്ടാണ് അവർ പോകുന്നത്. എനിക്ക് ഈ പറയുന്ന കാര്യങ്ങളിൽ കമ്പനി ഉണ്ടാക്കിയെങ്കിലും ഈ ബോട്ട് രംഗത്തായാലും ഈ സ്വന്തമായി ഈ ബോട്ട് കരക്കയറ്റുന്നതിനുള്ള നിർമ്മാണത്തിൽ ആട്ടോമാറ്റിക്കായിട്ടുള്ള നിർമ്മാണവും ട്രെയിൽ എന്ന് പറയുന്ന അത് സെറ്റ് ചെയ്ത് ബോട്ട് കയറ്റുന്നതിനുള്ള ജാഡിടുകയും ഇതെല്ലാം ദൈവത്തിൻ്റെ കാരുണ്യം മാത്രം കൊണ്ട് നടന്നിട്ടുള്ളതാണ്. എൻ്റെ തോളിൽ ചുമന്ന് വലിയ വെയിറ്റുള്ള എന്നോടൊപ്പം നിന്ന ആളുകളുമായിട്ട് റോഡില്ലാത്ത സ്ഥലത്ത് ചുമന്നുകൊണ്ട് പോയാണ് ഈ സാധനങ്ങളെല്ലാം ഇട്ട് ഞാനത് പ്രവർത്തിപ്പിച്ചത്. ഈ നാട്ടിൽ ഇന്ന് കാണുന്ന ഈ മത്സ്യബന്ധനത്തിന് എൻ്റെ ദൈവ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് എനിക്ക് ഈ കാണുന്നതിൽ എല്ലാ ഈ മത്സ്യബന്ധന യാനങ്ങൾക്കും അതിൽ കാണുന്ന മാതൃകകളും വലുപ്പവും രീതിയും പ്രവർത്തനത്തിനാവശ്യമായ കാര്യങ്ങളും എഞ്ചിനും അതിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾ വരെ എൻ്റെ പ്രവൃത്തിയുടെ ഭാഗമായിട്ടും ഞാൻ സ്വന്തമായി എൻ്റെ ആവശ്യത്തിന് കണ്ടുപിടിച്ചുണ്ടാക്കപ്പെട്ടതാണ്. ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ അന്ന് ഇവിടെ നോർവേജിയൻസിൻ്റെ ബോട്ടോ മറ്റു കാലമോ വരാത്ത കാലത്ത് അഴിയുടെ മുഖപ്പിന് ചൂണ്ടയിടുന്നൊരു പണിയുണ്ട്. മാണയ്ക്ക് ചൂണ്ടയിടുന്നെന്ന് പറയും. അപ്പോൾ ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 കൂട്ടുകാരുണ്ട്, ഒരു യേശുദാസനും ഒരു ക്ലീറ്റസും. ഞങ്ങൾ 3 പേരും കൂടി ചൂണ്ടയ്ക്ക് പോയി. എനിക്കൊന്ന് ഒരു 12 വയസ്സ് പ്രായമേ കാണത്തുള്ളൂ. ആ കടലിനകത്ത് അകപ്പെട്ട് വള്ളം മറിഞ്ഞ് ആ വള്ളത്തിൽ അവർ 2 പേരും ആ വള്ളത്തോടു കൂടി ഓടി രക്ഷപ്പെട്ടു. ഞാൻ അവിടെ തന്നെ മറിഞ്ഞുപോയി. ഞാൻ അവിടെ കിടന്നിട്ട് എൻ്റെ പിതാവിൻ്റെ പ്രാർത്ഥനയും ദൈവവിളിയുടെ അനുഗ്രഹവുമാണ് ഞാൻ സ്വയം മരിച്ചു പോകുമെന്ന് വെള്ളത്തിൽ കിടന്ന് മണിക്കൂറോളം നീന്തിയതിന് ശേഷം ഞാൻ ഈ എത്രയും ദയുള്ള മാതാവിൻ്റെ പ്രാർത്ഥന അന്നും ഞാൻ ചെല്ലുന്ന ആളാണ്. ആ പ്രാർത്ഥനയിൽ കൂടി ഒരു കാവൽ മാലാഖ പ്രത്യക്ഷപ്പെടുന്നത് പോലാണ് ഒരു ചെറിയ വള്ളത്തിൽ അന്ന് വിൻസെൻ്റ് എന്ന് പേരുള്ള ഒരാൾ ചൂണ്ടയ്ക്ക് പോകുന്ന ആളുണ്ട്. ആ പുള്ളി പ്രത്യക്ഷപ്പെടുകയും ആ കടലിനകത്തുനിന്ന് എന്നെ മാതാവിൻ്റെ കാരുണ്യം കൊണ്ട് രക്ഷിക്കുകയും ഞാൻ മരിച്ചു പോകുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചതിന് ശേഷം ഞാൻ രക്ഷപ്പെടുകയും ചെയ്താണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ജീവിതമായി മുമ്പോട്ട് പോകുന്നത്. അവിടം വരെ എനിക്ക് കടലിലും കായലിലും ഒക്കെ ഉള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മരണത്തിൽ നിന്നും ആഴക്കടലിൽ നിന്നും കപ്പൽ വന്ന് നമ്മുടെ ഏത് സമയത്ത് നശിപ്പിക്കുന്ന മേഖലയിൽ രാത്രിയിൽ ഗിൽനെറ്റ് വല നീട്ടിക്കിടക്കുമ്പോൾ മാതാവിൻ്റെ പ്രാർത്ഥന എല്ലിക്കൊണ്ട് കിടക്കുന്ന സമയത്ത് കപ്പൽ വരുമ്പോൾ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിന്ന് നമ്മൾ ഉണച്ചു വീണ് നമ്മൾ വിളിച്ചെണീപ്പിക്കുന്നത് പോലെ നമുക്ക് ഇത് കഴിഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം എനിക്ക് മറ്റൊരു കാര്യം മാതാവിൻ്റെ കാര്യത്തിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ പുത്തൻതിരുത്തെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി 3 ബിഷപ്പന്മാർ കല്ലിട്ട് പല ഘട്ടങ്ങളിൽ വർഷങ്ങളായി 10-20 വർഷങ്ങളായി നീണ്ടുപോയി. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് ഞാൻ പലരും ഇടപെട്ടിട്ടൊന്നും നടന്നില്ല. ഞാൻ ഉറങ്ങുമ്പോഴേ എനിക്ക് എൻ്റെ മാതാവിൻ്റെ ഒരു പ്രത്യക്ഷത ഉണ്ടായി. കാരണം എനിക്കൊരു അനുഭവം ഉണ്ടായി. അത് ആരോടും ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ ഇറങ്ങി അതിൽ ഇടപെട്ടാൽ ആ പള്ളി പൂർത്തിയാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നി. അത് തോന്നിയെങ്കിൽ പോലും ഞാൻ അതിനും പള്ളിയുടെ മേടമുറ്റത്ത് ഞാൻ ഒരു കമ്മിറ്റിക്കും പോകാത്ത ആളാണ്. ഒരു സുപ്രഭാതത്തിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ തിരക്കി ആ പള്ളി മേടമുറ്റത്ത് ചെല്ലുകയും ആ സമയത്ത് അന്നിരുന്ന അച്ഛനും കുറച്ച് ആളുകളും കൂടി ഈ പുത്തൻതുരുത്ത് പള്ളിയുടെ നിർമ്മാണത്തിന് എന്നെ ഏൽപ്പിച്ചാൽ, എന്നെ മുന്നിൽ നിർത്തിയാൽ അത് നടക്കുമെന്ന് അവർ വിളിച്ചു പറയുകയും അച്ഛൻ എന്നോട് പറഞ്ഞ് താല്പര്യപൂർവ്വം അത് ഏറ്റെടുത്ത് നടത്തണം. നെറ്റോ അച്ഛൻ എന്ന് പറയുന്ന അച്ഛനായിരുന്നു. അത് നടത്തണമെന്ന് പറയുകയും
ഞാൻ അതിൽ സമ്മതിക്കുകയും 25 പേരടങ്ങുന്ന കമ്മിറ്റി അതിന് എടുത്തെങ്കിൽ പോലും ഒരു 4 പേര് 5 പേര് ഞാൻ വേറെ ആളുകളെ കണ്ടെടുത്ത് എന്നോടൊപ്പം സഹകരിക്കാൻ പറ്റിയ ആളുകളെയും കൊണ്ട് ഈ നാട് മൊത്തം ഇറങ്ങി പലരുടെയും കയ്യിൽ നിന്ന് കാശ് പിരിച്ച് പട്രോപ്പി യോസഫ് എന്ന് പറയുന്ന എൻ്റെ ഒരു ബന്ധുവുണ്ട്, അയാളുടെയും എൻ്റെയും കയ്യിൽ നിന്നും 10-12 ലക്ഷം രൂപ എടുത്ത് ആ പള്ളിയുടെ പണിക്ക് സാധനങ്ങൾ മുടങ്ങാതെ കോൺട്രാക്ടർക്ക് ഇറക്കി കൊടുക്കുകയും ആ പള്ളി പറഞ്ഞതിൽ നിന്നും നിശ്ചിത സമയത്തിന് മുമ്പ് അത് പൂർത്തിയാക്കുകയും അത് ആ പള്ളിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി ശക്തികുളങ്ങര ഇടവക വികാരിയെ വിളിച്ചപ്പോഴേ ബിഷപ്പിനെ കൊണ്ടുവരാൻ വിളിച്ചപ്പോഴേ അന്ന് ഇടവക വികാരി പള്ളിയുടെ പണി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഏൽപ്പിക്കഞ്ഞുകൊണ്ട് അന്ന് വന്ന വികാരി അദ്ദേഹം ഞങ്ങളോടൊപ്പം ബിഷപ്പിനെ വിളിക്കാൻ വരത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും ഞങ്ങൾ പോയി ബിഷപ്പിനെ സ്റ്റാൻലി റോമനെ കാണുകയും സ്റ്റാൻലി റോമൻ ഞങ്ങൾ ചെന്ന് വിളിച്ചപ്പോൾ അത് സ്നേഹപൂർവ്വം ഞങ്ങൾ ചെന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ അദ്ദേഹം സമയമുണ്ടാക്കി വരികയും ആ പള്ളി സന്ദർശിക്കുകയും ആ പള്ളിയിൽ അദ്ദേഹം കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞത് മനോഹരമായ ഒരു ചെറിയ ദേവാലയമാണെന്നും ഇതിന് നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിക്ക് ദൈവാനുഗ്രഹങ്ങൾ എപ്പോഴും ഉണ്ടാകും. ദേവാലയം അത് പൂർത്തിയാക്കി നമ്മൾ അത് കുർബാന ചെല്ലുന്നതിന് വേണ്ടി അതിൻ്റെ എല്ലാ ഭാഗങ്ങളും വൃത്തിയാക്കി അതിൻ്റെ താക്കോല് ഈ ഇടവകാരിയായ റൊമാൻസിനെ ഏൽപ്പിക്കുകയും ആ പള്ളി ഇന്ന് ഈ ശക്തികുളങ്ങരയുടെ ഒരു ചെറിയൊരു മനോഹരമായ ദേവാലയം ആയി പ്രവർത്തിച്ചു വരുന്നൊരു പുത്തൻതിരുത്തൽ പള്ളിയാണ്. മാതാവിൻ്റെ പേരിലാണ്, ആ മാതാവിൻ്റെ നാമധേയത്തിലാണ് ആ പള്ളി പ്രവർത്തിക്കുന്നത്. അതിൽ എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹം എനിക്കുണ്ട്. അതിനോടൊപ്പം തന്നെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്കതിലേർപ്പെട്ടത് ചെയ്തു കൊടുക്കാൻ, അങ്ങനെ ഒരു പള്ളി അവിടെ ഉണ്ടാക്കാനും കഴിഞ്ഞത്.